ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വീട്ടിൽ വന്ന് അനിരുദ്ധിനെ ഇപ്പം കാണണം എന്നുള്ള ആ ഒരു വാശിയിൽ അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ അനന്യ ഇറങ്ങി വരുന്നതും. എന്തിനാണ് ഇപ്പോൾ അനിരുദ്ധിനെ കാണുന്നത്? അനിരുദ്ധ് അവിടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, വന്നതിന് ശേഷം കാണാമല്ലോ എന്ന് പറയുന്നത്. അപ്പോഴും സുമിത്ര എനിക്ക് ഇപ്പോൾ അനിരുദ്ധിനെ കാണണം, അനിരുദ്ധിനെ വിളിച്ച് വരുത്തുക എന്നിങ്ങനെ പറയാം. അപ്പോൾ സുമിത്ര ഇതുവരെ സംസാരിക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അനന്യ എന്താ എന്നുള്ള കാര്യം പൂജയോട് ചോദിച്ചു. പൂജ അന്നേരം അനിരുദ്ധേട്ടനെ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചുമ്മാതൊന്നും ഇങ്ങനെ ഇരുന്ന് പറയത്തില്ല, എന്തോ വലിയ കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനിരുദ്ധിനെ ഫോണിൽ വിളിക്കുന്നു. നിങ്ങളുടെ അമ്മ എന്തോ വലിയ വിഷമത്തിലാണ്, അനിരുദ്ധ് വേഗം വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നം എന്താണെന്നൊന്നും എന്നോട് ആരും പറഞ്ഞില്ല. അനിരുദ്ധ് എന്തായാലും വന്ന് സ്വന്തം അമ്മയോട് ചോദിച്ചു നോക്ക്, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ട്വിസ്റ്റാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും അനന്യ വിചാരിച്ചില്ല. എന്നാൽ ശരി, ഞാനിപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് അനിരുദ്ധ് അവിടെ നിന്ന് പോരാൻ റെഡി ആവുന്നു. ഈ സമയത്ത് വന്നിട്ട് അനന്യ അനിരുദ്ധിനെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സുമിത്രയോട് പറയുക. സുമിത്ര ഇങ്ങനെ അതും കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുന്നു. പൂജയാണെന്നുണ്ടെങ്കിൽ തൊട്ടരികളിൽ നിൽക്കുന്നു. അനന്യയും ഇവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്താണെന്ന് അനന്യയ്ക്ക് ഒരു പിടുത്തം കിട്ടാത്തത് കൊണ്ട് കൃത്യമായിട്ടൊരു ഇത് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവരങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സരസ്വതിയമ്മ ഭയങ്കര വയലൻ്റ് ആയിട്ട് ഇങ്ങനെ ശീതളിൻ്റെ മുന്നിൽ പെരുമാറുവാണ്. എനിക്കവൻ്റെ വട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല, എനിക്കവൻ്റെ വട്ട് കേസിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇതുപോലത്തെ പണിയൊന്നും എൻ്റെ അടുത്ത് നടക്കുകയല്ല, അവന് വൈകുന്നേരം വരട്ടെ, ഞാനിനി ഇവിടെ ഒരു നിമിഷം പോലെ നിൽക്കുകയല്ല, വൈകുന്നേരം അവൻ വന്ന ഉടനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, എനിക്കിവൻ്റെ ഇതൊന്നും സഹിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശീതളിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ ശീതൾ സച്ചിൻ്റെ സ്വഭാവത്തെ പറ്റിയൊക്കെ അച്ചമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, പിന്നെ അച്ചമ്മ എന്താ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ പറയുന്നേ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇത്രത്തോളം പെരിയ വട്ടാണെന്ന് ആരറിഞ്ഞു, അവൻ്റെ മുഴുവട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അച്ചമ്മ ഇനിയും സച്ചിന് വട്ടാണെന്നുള്ള രീതിയിൽ അച്ചമ്മ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അവനെ എന്തെന്നാ പറയേണ്ടത്? അവൻ്റെ ഈ ഭ്രാന്തൊക്കെ കണ്ടിട്ട് ഞാനെന്താ അവന് നല്ല സുഖമാണെന്ന് പറയണോ? അതിനൊന്നും എന്നെ കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ടായി സരസ്വതി അമ്മ. അങ്ങനെ സരസ്വതി അമ്മ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതൾ പിന്നെ ഒന്നും മിണ്ടാനില്ലാതെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുക. കാരണം എല്ലാവർക്കും എങ്ങോട്ട് വേണമെങ്കിലും പോകാം, പക്ഷേ ശീതളിന് മാത്രം എങ്ങോട്ടും പോകാൻ പറ്റത്തില്ലല്ലോ. ശീതൾ അവിടെ പെട്ടുപോയത് തന്നെയാണ്. അപ്പോൾ ശീതളിന് അത് മനസ്സിലായി. അങ്ങനെ സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ പുറപുറുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ സംഭവിക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ രഞ്ജിതയും അതുപോലെ തന്നെ ഭർത്താവും കൂടി ഇപ്പോൾ സുമിത്രയുടെ വീട്ടിൽ എന്തായി കാണും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി സംസാരിക്കുക. അപ്പോൾ പങ്കജിനോട് ചോദിക്കുന്നുണ്ട്, അവളുടെ മെസ്സേജ് വല്ലതും വന്നോ? മെസ്സേജ് വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല അമ്മേ, കാരണം അവിടെ അവൾ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അനിരുദ്ധി ചിലപ്പോൾ പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കും, വന്നു കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പങ്കജിൻ്റെ ഫോണിലേക്ക് പൂജയുടെ മെസ്സേജ് വന്നു. അപ്പോൾ അതേ അമ്മേ അവൾ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് മകൻ അമ്മയെ കാണിച്ചു കൊടുക്കുന്നു. അമ്മയും അച്ഛനും മകനും ഒക്കെ കൂടെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര അവിടെ എന്തൊക്കെ ചെയ്തു അതെല്ലാം വള്ളി പുള്ളി വിടാതെ പങ്കജിന് പൂജ മെസ്സേജ് അയച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രഞ്ജു ഇപ്പം എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ രഞ്ജു എന്നും പറഞ്ഞ് ഇയാളിങ്ങനെ പറയുമ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് താൻ ഇരുന്നതെന്നും ഇനി ഈ ഒരു സംഭവം കൊഴുക്കണം, അതാണ് തനിക്ക് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ ഈ പുള്ളിക്കാരി പറയുന്നു. അങ്ങനെ നമ്മുടെ രഞ്ജിതയുടെ സ്വപ്ന സാഫല്യം എന്നൊക്കെ പറയാലോ, ആ ഒരു അവസ്ഥയിലേക്ക് സുമിത്രയുടെ വീടും സുമിത്രയുടെ ജീവിതവും ഒക്കെ മാറി മറിയുന്നു. ഇവരങ്ങനെ അവിടെ ദിവാസ്വപ്നം കാണുന്നു. ഇനി വഴിയെ പൂജ പറഞ്ഞ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അറിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഇവരങ്ങനെ ഇരിക്കും കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ അനിരുദ്ധ ശ്രീനിലയത്തിലേക്ക് വരുന്നത്. ശ്രീനിലയത്ത് വന്ന് കയറുന്ന നമ്മുടെ അനിരുദ്ധ അപ്പോഴും ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റിയ എന്നുള്ളൊരു ഇതിലാണ് ഓടിക്കതച്ച് കയറി വരുന്നത്. അങ്ങനെ കയറി വരുന്ന സമയത്ത് സുമിത്ര അമ്മേ എന്താ അമ്മേ പറ്റിയതെന്ന് ചോദിച്ചു അനിരുദ്ധ്. പെട്ടെന്ന് സുമിത്ര ഇങ്ങനെ തൂറിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അനന്യയുടെ ചങ്കിടിക്കാൻ തുടങ്ങി. ഭയങ്കര നെഞ്ചിടിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഞ്ചിടിപ്പ്. സുമിത്ര എന്തോ അറിഞ്ഞിട്ടാണ് വന്നതെന്നുള്ള കാര്യം അനന്യയ്ക്കും വ്യക്തമായി. അപ്പം നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താ അമ്മയിൽ നിന്ന് മറച്ചു വെക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പം എൻ്റെ മോൻ ജയിലിലാണെന്നുള്ള കാര്യം നീ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും അനിരുദ്ധും അനന്യയും ഞെട്ടി. ഇപ്പോൾ സുമിത്ര ഇത് അറിഞ്ഞു എന്ന് മനസ്സിലായി. എന്തിനാ എൻ്റെ മകൻ ജയിലിലാണെന്നുള്ള കാര്യം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്നും ചോദിച്ചുകൊണ്ട് സുമിത്ര ഇങ്ങനെ
ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചോദിക്കാം. എന്നിട്ട് അനിരുദ്ധിൻ്റെ ഷർട്ടിൻ്റെ കോളറിനൊക്കെ കയറി പിടിച്ച് എന്നോട് നീ എന്തൊരു ചതിയാണ് ചെയ്തത്, ഈ കുടുംബത്തിൽ എന്നോടൊപ്പം എൻ്റെ മകനായി ജീവിച്ചുകൊണ്ട് നീ എന്തിനാ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്തത്, എൻ്റെ പ്രതീക്ഷ ജയിലിലാണെന്ന് ഒരു വാക്ക് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും പൂജയും ഇതിൻ്റെ ഇടയ്ക്ക് കയറി അമ്മ ഇങ്ങനെ ആവല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തിനാ അനിരുദ്ധേട്ട അമ്മയോട് ഈ ഒരു ചതി ചെയ്തത്, എന്തിനാ അമ്മയോട് ഇത് മറച്ചു വെച്ചതെന്നൊക്കെ പൂജയും ചോദിക്കുന്നുണ്ട്. അനിരുദ്ധിനും അനന്യയ്ക്കും ഒരു അക്ഷരം പോലും മിണ്ടാനുള്ള ഒരു അവകാശമോ അല്ലെങ്കിൽ ഒരു ഇതും സുമിത്ര കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശം ഇല്ല. കാരണം അത്രയും വലിയൊരു തെറ്റാണ് ഇവർ ചെയ്തത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരുത്തി. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പറയുമ്പം അമ്മേ എനിക്ക് പറയാനുള്ളത് കേൾക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നും എനിക്ക് കേൾക്കണ്ട, ഇത്രയും നാളായിട്ടും എന്നിൽ നിന്ന് നീ ഇതെല്ലാം മറച്ചു വെച്ചത് നിനക്കപ്പോൾ എത്രത്തോളം നിൻ്റെ കൂടപ്പിറപ്പിനോടും എന്നോടും സ്നേഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആരൊക്കെ എന്നിൽ നിന്ന് എന്തെല്ലാം മറച്ചു വെച്ചാലും നീ എന്നിൽ നിന്ന് ഇത് മറച്ചു വെക്കുമെന്നോ, നീ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്നോ ഞാൻ കരുതിയില്ലെന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുവാണ്. അനന്യയാണെങ്കിൽ അവിടെ നിന്ന് കിളികളാ വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അനന്യയ്ക്കാണെങ്കിൽ ടെൻഷൻ കയറി. ഇനിയിപ്പോൾ ഇത്ര അറിഞ്ഞ സ്ഥിതിക്ക് ബാക്കി വല്ലതും കൂടെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ സുമിത്ര ഇങ്ങനെ അനിരുദ്ധിനോട് പറയുന്നു. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പം എനിക്കൊന്നും കേൾക്കണ്ട, ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞു. സ്വന്തം കൂടപ്പറപ്പിനോട് ഇത്രയും വലിയ ചതി ചെയ്ത നിന്നെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് നിന്നെ കാണണ്ട, ഇപ്പോൾ ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അനിരുദ്ധിനോട് ശ്രീനിലയത്തിൽ നിന്ന് പടി ഇറങ്ങി പോകാനായിട്ട് സുമിത്ര പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനന്യയും ഞെട്ടിയിട്ടോ. അപ്പോൾ അനന്യയ്ക്ക് കുറച്ചൊക്കെ എന്നൊരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും പേടിയാണ്. ഇവരിനി വേറെ വല്ലതും അറിഞ്ഞിട്ടുണ്ടാവും, സ്വരമോളുടെ കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ അറിഞ്ഞിട്ടുള്ള വരവാണോ, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അനന്യ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അമ്മ എനിക്കൊന്ന് പറയാനുള്ളത് അമ്മ കേൾക്കാൻ പറഞ്ഞു. ഇനി നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ഇത്രയും ദിവസമായിട്ടും പ്രതീക്ഷ ജയിലിലാണെന്നുള്ള ഒരു കാര്യം നീ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ പറയാതെ മൂടി വെച്ചുകൊണ്ട് നടന്ന നിനക്ക് ഇനി എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ മനഃപൂർവ്വം അല്ലെന്ന് പറയുമ്പം വേണ്ട, ഇനി ഒന്നും എൻ്റെ മുന്നിൽ നിന്ന് കള്ളത്തരം പറയാനായിട്ട് നീ ശ്രമിക്കേണ്ട, എനിക്കിനി നിന്നെ കാണണ്ട, നീ ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയുക. അപ്പോൾ സുമിത്ര അത് പറയുമ്പം അമ്മയുടെ കാല് പിടിച്ച് തനിക്ക് മാപ്പ് പറയണമെന്ന് അനിരുദ്ധിനുണ്ട്. പക്ഷേ സുമിത്ര അതിനൊന്നും തയ്യാറാകുന്നില്ല. അനിരുദ്ധിന് പറയാനുള്ളതൊന്നും സുമിത്ര കേൾക്കാനും കൂട്ടാക്കുന്നില്ല. പക്ഷേ അനിരുദ്ധിന് തൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ അനിരുദ്ധിൻ്റെ ഭാഗത്തുണ്ടായ ആ ഒരു അവസ്ഥ അത് അനിരുദ്ധിന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് പറഞ്ഞിട്ടേ പോകുമെന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയോട് തറപ്പിച്ച് പറഞ്ഞിങ്ങനെ അനിരുദ്ധ് അവിടെ നിൽക്കുന്നു. എന്തായാലും പ്രതീഷിനെ ചതിച്ച പേരിൽ അനിരുദ്ധിനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. തുടർന്ന് നമ്മുടെ സൂപ്പർ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.